നമസ്കാരം. കേരളത്തിലെ ഭക്തി കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രം ആയിരക്കണക്കിന് വിശ്വാസികളുടെ ഭാവുകത്വത്തിന്റെ കേന്ദ്രം. എന്നാൽ അതിന്റെ പവിത്രതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു റീൽസ് വീഡിയോ വലിയ വിവാദമാവുകയാണ്. ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിൽ ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അധികൃതർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പവിത്രകുളത്തിൽ കാൽ കഴുകി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ക്ഷേത്രത്തിലെ നിയമങ്ങൾക്കും ഹൈക്കോടതി നിരോധനത്തിനും വിരുദ്ധമാണെന്നാണ് ആരോപണം. വിശ്വാസത്തിന്റെ കേന്ദ്രം, വിനോദത്തിനായി റീൽസ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഉയർന്ന വലിയ ചോദ്യം. ഗുരുവായൂർ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിനാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയത്. പരാതി പോലീസ് കോടതിക്ക് കൈമാറി. വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചുവെന്നാണ് പരാതി. ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 ദിവസം മുൻപായിരുന്നു ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്നത് ക്ഷേത്രകുളത്തിലാണ്. ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ട്. അഹിന്ദുക്കൾക്ക് കുളത്തിലിറങ്ങുവാൻ അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകുകയായിരുന്നു. മതവികാരം വ്രണപ്പെടുത്തലും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയത്. നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നതടക്കം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ജാസ്മിൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ സമാന രീതിയിൽ ക്ഷേത്രത്തിലെത്തി ദൃശ്യങ്ങൾ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിക്കെതിരെ ദേവസ്വം പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹിന്ദു പ്രവേശനത്തിന് വിലക്കുണ്ട്. ഇത് മറികടന്നാണ് ദൃശ്യം ചിത്രീകരിച്ചത്. മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായതെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ജാസ്മിൻ പങ്കുവച്ച ഈ വീഡിയോ ഇതിനോടകം നിരവധി പേരായിരുന്നു കണ്ടത്. വിഷയത്തോട് ജാസ്മിൻ പ്രതികരിക്കുമോ എന്നും വ്യക്തമല്ല. പരാതിക്കുമേൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ബ്യൂട്ടി വ്ലോഗുകളിലൂടെയാണ് ജാസ്മിൻ ജാഫർ ആദ്യം സോഷ്യൽ മീഡിയ ലോകത്ത് ശ്രദ്ധ നേടിയത്. പിന്നീടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായി എത്തിയത്. ബിഗ് ബോസിലെത്തിയതോടെ താരമായി മാറുകയായിരുന്നു ജാസ്മിൻ. വിന്നറായി മാറുവാൻ സാധിച്ചില്ലെങ്കിലും ബിഗ് ബോസ് 6 എന്ന് കേട്ടാൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്ന പേരുകളിലൊന്നായിരുന്നു ഈ ജാസ്മിന്റേത്. ബിഗ് ബോസിൽ ജാസ്മിൻ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ഗബ്രി ജോസുമായുള്ള സൗഹൃദത്തിന്റെ പേരിലായിരുന്നു. ഹൗസിന് പുറത്തെത്തിയാൽ ഇരുവരും പിരിയുമെന്ന് പലർ പറഞ്ഞുവെങ്കിലും ഇരുവർക്കുമിടയിലെ സൗഹൃദത്തിന് ഇടിവൊന്നും സംഭവിച്ചിരുന്നില്ല. 3 ദിവസം മുൻപ് ജാസ്മിൻ പങ്കുവച്ച ഈ റീൽ ഇതിനോടകം തന്നെ 2.6 മില്യൺ ആളുകളായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. കമന്റ് ചെയ്യുവാൻ സാധിക്കുന്ന ആളുകൾക്ക് പരിധി ഏർപ്പെടുത്തിയായിരുന്നു ജാസ്മിൻ റീൽ പങ്കുവച്ചിരുന്നത്. 8 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആയിരുന്നു ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നത്. 1.5 മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും സോഷ്യൽ മീഡിയ താരത്തിനുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ കിഴക്കേ നടയിൽ ഭണ്ഡാരത്തിന് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ദേവസ്വത്തിന്റെ പരാതിയിലായിരുന്നു കേസ്. ജസ്ന സലീം മുൻപ് ക്ഷേത്ര നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പരാതി എത്തിയിരുന്നു. അന്ന് നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം വിലക്കിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. മതപരമായ ചടങ്ങുകളോ വിവാഹങ്ങളോ ഒഴികെ നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കരുതെന്നായിരുന്നു നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.